നിർണായകമായ ധാതുഖനന കരാറിന് യുഎസും യുക്രൈനും ധാരണയായെന്ന് റിപ്പോർട്ട്. റഷ്യ യുക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് നീക്കം. അമേരിക്കയുടെ പിന്തുണ നേടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരാറിന് യുക്രൈൻ സമ്മതിച്ചതെന്നാണ് സൂചന. ധാതുഖനന കരാറിലെ കരട് വ്യവസ്ഥകളിൽ യുഎസും യുക്രൈനും യോജിച്ചുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ ഉറപ്പുകളോ ആയുധങ്ങളുടെ തുടർച്ചയായ കൈമാറ്റമോ കരാറിൽ ഇല്ലെന്നാണ് സൂചന. സ്വതന്ത്രവും പരമാധികാരവും സുരക്ഷിതവുമായ യുക്രൈനാണ് യുഎസ് ആഗ്രഹിക്കുന്നത്. ഭാവിയിലെ ആയുധ കയറ്റുമതി സംബന്ധിച്ച് ചർച്ചകൾ തുടരുമെന്നും യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുക്രൈനിന്റെ പ്രകൃതി സമ്പത്തിൽ $500 ബില്യൺ അവകാശം ചോദിച്ചിരുന്ന യുഎസ് നിലപാടിൽ പ്രതിഷേധിച്ച് ധാതു കരാറിന്റെ മുൻകരടിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു. യുഎസ് പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്ന് വളരെ കുറച്ചേ ലഭിച്ചുള്ളൂവെന്നും യുക്രൈനിന് ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിൽ ഇല്ലെന്നും അറിയിച്ചു. പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക. ധാതുക്കൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ ഖനനത്തിനും മറ്റുമായി യുഎസും യുക്രൈനും പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കും. യൂറോപ്യൻ യൂണിയൻ നിർണായകമെന്ന് തിരിച്ചറിഞ്ഞ 34 ധാതുക്കളിൽ 22 എണ്ണത്തിന്റെയും നിക്ഷേപം യുക്രൈനിലുണ്ട്. അവയിൽ വ്യവസായിക നിർമ്മാണ വസ്തുക്കൾ, ഫെറോ അലോയ്, വിലയേറിയ നോൺ ഫെറസ് ലോഹങ്ങൾ, ചില അപൂർവ മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വൈദ്യുത വാഹന ബാറ്ററികളിലെയും ആണവ റിയാക്ടറുകളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ കരുതൽ ശേഖരവും യുക്രൈനുണ്ട്. വലിയ കരാറിൽ ഒപ്പുവെക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിലേക്ക് വരുമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞയാഴ്ച പരസ്പരം വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു പ്രസ്താവന. കോടിക്കണക്കിന് ഡോളറിന്റെ സഹായത്തിന് പകരമായുള്ളതാണ് കരാർ എന്നാണ് ട്രംപിന്റെ നിലപാട്. യുക്രൈനിലേക്ക് സമാധാന സേനയെ അയക്കാൻ തയ്യാറാണെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഷ്യ അത്തരം സമാധാന സേനയെ സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞെങ്കിലും മോസ്കോ അത് നിഷേധിച്ചിരുന്നു. എന്നാൽ UN ചാർട്ടറിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഇന്ത്യയെങ്കിൽ തങ്ങളോടൊപ്പം റഷ്യയെ അപലപിച്ച് വോട്ട് ചെയ്യാൻ 3 വർഷം മുൻപ് ആവശ്യപ്പെട്ട US മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ അപലപിക്കുന്ന പ്രമേയത്തിനെതിരെ US ഇതാദ്യമായി വോട്ട് ചെയ്തു, അതും റഷ്യയോടൊപ്പം. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ USന്റെ കളം മാറ്റിച്ചവിട്ടൽ യൂറോപ്പിലെ സഖ്യകക്ഷികളെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചകളിൽ ഇക്കാര്യം വ്യക്തമായിരുന്നു. നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ചെലവ് വർദ്ധിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യവും അവരെ വിഷമിപ്പിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ധാർമ്മിക വിജയമാണ്. യുക്രൈൻ റഷ്യ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ വാദത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 3 വർഷം മുൻപ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ US പ്രതിനിധി ലിൻഡ തോമസ് ഗ്രീൻഫീൽഡാണ് ഇരുചേരിയിലും ചേരാത്ത ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. USനെ ഒപ്പം നിൽക്കാത്തവരെയും വോട്ടിംഗിൽ നിന്ന് മാറി നിന്ന രാജ്യങ്ങളെയും UN ചാർട്ടറിൽ വിശ്വാസമില്ലാത്തവർ എന്നിവരെ അവർ വിമർശിച്ചു. 2ാം ലോകയുദ്ധം കഴിഞ്ഞ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധം ആരംഭിച്ച കാലത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. അക്കാലത്ത് ഇന്ത്യയും മറ്റ് വികസ്വര രാജ്യങ്ങളും സ്വീകരിച്ച ചേരിചേരായ്മയെ അധാർമികമെന്നാണ് അമേരിക്ക അന്ന് വിശേഷിപ്പിച്ചിരുന്നത്.